നമസ്കാരം. പാകിസ്ഥാനികൾ പണി തുടങ്ങി. ഇരുന്ന് പണി വാങ്ങാനുള്ള ശ്രമമാണോ എന്നത് മറ്റൊരു കാര്യം. എന്നിരുന്നാലും ഇന്ത്യയിൽ നുഴഞ്ഞു കയറി ഇന്ത്യക്കാരെ വീണ്ടും ദ്രോഹിക്കാനുള്ള വെള്ളവും വളവും നൽകി പാകിസ്ഥാനികൾ വീണ്ടും തീവ്രവാദികളെ ഇന്ത്യൻ മണ്ണിലേക്ക് അയക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയിൽ ആകമാനം തീവ്രവാദികൾക്കെതിരെയുള്ള ജാഗ്രതയും കണ്ടെത്തലുകളും ഉന്മൂലനം ചെയ്യലും തുടർച്ചയായി നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ മഹാദേവ് ദ്രുതഗതിയിൽ ഇന്ത്യയിൽ ആകമാനം തീവ്രവാദികളെ തുടച്ചു മാറ്റാൻ വേണ്ടി മോദി സർക്കാർ നടപ്പിലാക്കി വരുന്നുമുണ്ട്. അതീവ ജാഗ്രതയാണ് പാകിസ്ഥാനികളുടെ സ്വപ്ന ഭൂമിയായ കാശ്മീരിൽ ഇന്ത്യൻ സേന പാലിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തുടർച്ചയായി ഇന്ത്യക്കെതിരെ അക്രമാസക്തമായ പല പരാമർശങ്ങളും പാകിസ്ഥാനികൾ നടത്തി കഴിഞ്ഞു. പാകിസ്ഥാൻ ഭരണകൂടം തന്നെ ഇന്ത്യക്കെതിരെ ഏതൊരു നിമിഷവും യുദ്ധത്തിന് തയ്യാറാകാനുള്ള ആഹ്വാനവും ഇന്ത്യയെ അടച്ചാക്ഷേപിച്ചും വാക്കുകൾ കൊണ്ട് വെല്ലുവിളിച്ചും രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇന്ത്യയെ അമേരിക്കയുടെയും സൗദിയുടെയും ഒക്കെ തണലിൽ നിന്നുകൊണ്ട് തകർത്തു തരിപ്പണമാക്കാമെന്നുള്ള പ്രതീക്ഷകൾക്കൊക്കെ ഏറ്റവും മങ്ങലാണ് പാകിസ്ഥാനെ വീണ്ടും ചൊടിപ്പിച്ചിരിക്കുന്നത്. ട്രംപ് ഇന്ത്യയോട് കൂടുതൽ അനുഭാവം പുലർത്തുന്നതും മോദിക്കെതിരെ പ്രത്യക്ഷത്തിൽ പടപ്പുറപ്പാട് നടത്താൻ ശ്രമിക്കാത്തതുമൊക്കെ മോദി ട്രംപിന്റെ താരഭീഷണി ഉൾപ്പെടെ യാതൊരു ഭീഷണിയും വിലവയ്ക്കാതെ സധൈര്യം നിവർന്നു നിൽക്കുമ്പോൾ പാകിസ്ഥാനികളുടെ ചങ്കിടുപ്പ് കൂട്ടി. അതിനു പിന്നാലെ പാകിസ്ഥാൻ പ്രകോപനപരമായ പരാമർശങ്ങൾ ഇന്ത്യക്കെതിരെ നടത്തിയപ്പോൾ ഇന്ത്യൻ സേന തന്നെ തിരികെ വളരെ വ്യക്തമായി പാകിസ്ഥാനികളെ ഭൂപടത്തിൽ നിന്ന് പോലും മായ്ച്ചു കളയുമെന്നുള്ള വ്യക്തമായ സൂചനയും പാകിസ്ഥാൻ നൽകിയിരുന്നു. ഇതിനൊക്കെ പുറമെയാണ് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് നടപ്പിലാക്കിയ സിന്ധു നദീജല പദ്ധതി പുനരാരംഭിക്കാൻ ഇന്ത്യ തയ്യാറാകാത്തതും ഇന്ത്യക്ക് നേരെ വരുന്ന പാകിസ്ഥാന്റെ വാക്കുകളെയും പ്രവൃത്തികളെയും നിലം തൊടിയിക്കാതെ കത്തിച്ചു ചാമ്പലാക്കുകയും ചെയ്യുന്നത്. ഇതിലൊക്കെ അരിശം കൊണ്ടുകൊണ്ടാണോ ഇന്ത്യയുടെ മണ്ണിലേക്ക് വീണ്ടും അവരുടെ തീവ്രവാദികളെ അയച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം തുടർ അന്വേഷണത്തിൽ നിന്ന് മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്നിരുന്നാലും ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം. കുപ്വാരയിലെ മച്ചിൽ ദുദ്നിയാൽ സെക്ടറുകളിലായി നിയന്ത്രണ രേഖ വഴി കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറാനുള്ള തീവ്രവാദികളുടെ ശ്രമമാണ് സുരക്ഷാ സേന പരാജയപ്പെടുത്തിയത്. ഏറ്റുമുട്ടലിൽ 2 ഭീകരവാദികളെ സുരക്ഷാ സേന വധിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച രാത്രി വൈകിയാണ് നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായത്. 2 സ്ഥലങ്ങളിലും വെടിവയ്പും സ്ഫോടനങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മച്ചിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം സംശയാസ്പദമായ നീക്കം സൈന്യത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് നടപടിയെടുത്തത്. നുഴഞ്ഞു കയറാൻ ശ്രമിച്ചവരെ സൈന്യം തടഞ്ഞതോടെയാണ് വെടിവയ്പ് ആരംഭിച്ചത്. ജമ്മു കാശ്മീരിലെ കുപ്വാര സെക്ടറിൽ വൈകുന്നേരം 7 മണിയോടെ നിയന്ത്രണ രേഖയിൽ സംശയാസ്പദമായ നീക്കം ശ്രദ്ധയിൽപ്പെട്ട ഇന്ത്യൻ സൈന്യം അതിനെതിരെ വെടിയുതിർത്തു. പ്രദേശത്ത് സൈനിക നടപടി തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂവെന്ന് ANI റിപ്പോർട്ട് ചെയ്തു. അതേസമയം മറ്റൊരു സംഭവത്തിൽ ദുദ്നിയാൽ സെക്ടറിൽ നിരവധി സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. 3 സംഭവങ്ങളും ഒരേ ദിവസം നടന്നതിനാൽ സംഘടിതമായി ഏകോപിപ്പിച്ചുള്ള നുഴഞ്ഞുകയറ്റ ശ്രമമാണോ എന്ന് ഇന്ത്യൻ സൈന്യം സംശയിക്കുന്നുണ്ട്. അടുത്തിടെ ഉണ്ടായ വെടിനിർത്തൽ ലംഘനങ്ങളുടെയും അതിർത്തിക്കപ്പുറത്ത് ഭീകരരുടെ സാന്നിധ്യം വർദ്ധിച്ചുവെന്ന റിപ്പോർട്ടുകളുടെയും പശ്ചാത്തലത്തിൽ നിയന്ത്രണ രേഖയിൽ അതീവ ജാഗ്രത തുടരുന്നതിനിടെയാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. സൈനിക നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. കിട്ടിയതൊന്നും പോരാഞ്ഞിട്ട് പണിയിരുന്നു വാങ്ങാൻ വീണ്ടും തീവ്രവാദികളെ നട്ടുവളർത്തി തീറ്റിപ്പോറ്റി ഇന്ത്യൻ മണ്ണിലേക്ക് വിട്ടതാണെങ്കിൽ പാകിസ്ഥാനികൾക്ക് ഇന്ത്യൻ ഭൂപടത്തിൽ നിന്ന് മാഞ്ഞു പോകാനുള്ള സമയമായിരിക്കുന്നു എന്ന ഇന്ത്യൻ സേനയുടെ മുന്നറിയിപ്പ് യുദ്ധകാഹളമായി മുഴങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പാകിസ്ഥാൻ മനസ്സിലാക്കാൻ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ധൂറിൽ ഉപയോഗിച്ച